ഇന്ന് എൻ്റെ കൂടെയുള്ളത് സോഷ്യൽ മീഡിയ വൈറലാക്കിയ രണ്ട് ദമ്പതികളാണുള്ളത്. ക്രിസ് വേണുഗോപാൽ ആൻഡ് ദിവ്യ ശ്രീധർ. എങ്കിൽ കല്യാണം കഴിച്ചിട്ട് എന്തുകൊണ്ട് ചേട്ടൻ നല്ലൊരു സ്കൂളിലേക്ക് കുട്ടികളെ മാറ്റുന്നില്ല എന്നൊരു ധ്വനിയാണ് അടുത്ത കമന്റിനുള്ള വകുപ്പ്. അത് ഇട്ട് കൊടുത്ത് ഞാൻ റെഡി. ഓക്കെ, സ്കൂളിൽ ചേർത്താന്തേ അവിടുന്ന് പഠിപ്പിക്കൂലേ? ഇപ്പൊ ഏട്ട കല്യാണം കഴിച്ച് ഇപ്പഴല്ലേ, അതിന് മുന്നേ കുഞ്ഞ് പഠിച്ചോണ്ടിരിക്കല്ലേ, അതിന് പെട്ടെന്ന് ഗവൺമെന്റ് സ്കൂളിലല്ലേ ചേർത്തുള്ളൂ. എന്ത് ഗവൺമെന്റ് സ്കൂളില്? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുട്ടികള് ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. ഹാപ്പി ആക്കുക എന്ന് മാത്രമല്ല, ഇപ്പൊ അന്ന് പെജുവിൽ പോകുന്ന ആ സമയത്ത് തന്നെ കാറിൽ പോകുമ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ പേടിപ്പിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും ചാലഞ്ച് ചെയ്തിട്ടിരുന്നു. പേടിപ്പിച്ച് 3 എണ്ണവും പിന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇങ്ങനെ ജസ്റ്റ് ഓവർഗ്രോൺ 6-year-olds. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ ആ 6 വയസ്സായ കുട്ടി, ആ കുട്ടിത്തം നമ്മൾ കളയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, വായിക്കാം, നമുക്ക് ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, അഭിനയിക്കാം, എല്ലാം ചെയ്യാം. The moment you start wearing the mask of maturity, ഞാൻ എന്തോ വലിയ ആളായി എന്ന തെറ്റിദ്ധാരണ എന്ന് വന്നു തുടങ്ങുന്നു, അന്ന് തീർന്നു. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. പൊതുവെ ഞാൻ അതും കേട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടിട്ട്, കണ്ണൂർക്കാർ പൊതുവെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാർ എന്ന് ഞാൻ അങ്ങനെ ഒരു ധ്വനി പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. അപ്പം ആ സ്നേഹമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ ശരിക്കും? ഞാനും അവിടെ കണ്ണൂർ സ്ഥലം വാങ്ങിച്ചു. ഒരു കുറച്ച് കൂടുതൽ വാങ്ങാൻ പറ, ഒരു 5 ഏക്കർ വല്ലതും വാങ്ങട്ടെ, അപ്പൊ നല്ല സ്നേഹം കിട്ടുമല്ലോ. നമുക്ക് കൂടുതൽ സ്നേഹം വാങ്ങിക്കാം. ഇനി ചോദിക്കട്ടെ, മക്കളൊക്കെ എവിടെയാണ്? മക്കൾ ഇവിടെ ഉണ്ടോ? മോളിപ്പം ഡാൻസിന് പോയിട്ട് ഇവിടെ തന്നെയാണ്. അവര് സ്കൂളിംഗ് ഒക്കെ എവിടെയാണോ? വട്ടിയൂർക്കാവാണ് പഠിക്കുന്നത്. മോള് നല്ല ഡാൻസർ ആന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടായിരുന്നു. എവിടെയാ മോള് പഠിക്കുന്നത്? മോളിപ്പോ ഹിപ്പ് ഹോപ്പ് ആണ് ചെയ്യുന്നത്. ഏട്ടാ സ്ഥലത്തിന്റെ പേര് കേട്ടോ, മണക്കാടല്ലേ. എനിക്ക് അങ്ങനെ സ്ഥലം അറിയില്ല. 4-ലാണ് രണ്ടുപേരും വട്ടിയൂർക്കാവ്. അപ്പൊ അവൻ മണ്ണർക്കോണം LP സ്കൂൾ, ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ ഞാനത് ഏട്ടൻ വരുന്നതിന് മുന്നേ ഞാൻ ഒറ്റക്കായിരുന്നില്ലേ, അപ്പൊ അവിടെയാണ് ചേർത്തത്. അപ്പൊ അന്നേരം ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത്, എന്തേ മോനെ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തത്? ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താ എന്തേ അവിടുന്ന് പഠിപ്പിക്കൂലേ? ഇപ്പൊ ഏട്ട കല്യാണം കഴിച്ച് ഇപ്പഴല്ലേ, അതിന് മുന്നേ കുഞ്ഞ് പഠിച്ചോണ്ടിരിക്കല്ലേ, അതിന് പെട്ടെന്ന് ഗവൺമെന്റ് സ്കൂളിലല്ലേ ചേർത്തുള്ളൂ. എന്ത് ഗവൺമെന്റ് സ്കൂളില്? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്താ ചേർത്തൂടെ? അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ഗവൺമെന്റ് സ്കൂള്, മറ്റേ പ്രൈവറ്റ് സ്കൂള്, അങ്ങനെ പഠിക്കാൻ എവിടെയാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് മിനോഡ് സലാം ഹോം സ്കൂളിലാണ്. എങ്ങനെ പറയും അത്? അതെ, കഴിഞ്ഞു. ആ ചോദ്യത്തിന്റെ ഉത്തരവാദിത്തം. കാരണം സ്കൂളിൽ പോവാതെ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ അറിവ് നേടാം. അത് നേടണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തെന്ന് പറയുമ്പോൾ ഒരു പുച്ഛം. ഗവൺമെന്റ് സ്കൂള് ഇപ്പോഴാണ് ആൾക്കാർക്ക് പുച്ഛം വന്നത്. മുന്നേ ഗവൺമെന്റ് സ്കൂളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. 2-3 സ്കൂൾ പേഴ്സൺസ് എൻ്റെ അടുത്ത് ചോദിച്ചു. ടീച്ചേഴ്സ് തന്നെയാണ് ഈ ചോദിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ടീച്ചേഴ്സ് അത്രയും ബോധമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നന്നായിട്ട് പഠിപ്പിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളിലെ ടീച്ചേഴ്സിനെയൊക്കെ ലൈഫിൽ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ആവും, അല്ലെങ്കിൽ എഴഞ്ഞ് എങ്ങനെയെങ്കിലും പാസ്സാവും. അതെ, പഠിക്കാനുള്ളവർ എവിടെയായാലും എവിടെയായാലും വേറെ ഒരു ചോദ്യവും അതിനകത്തില്ല. അതിന് ഇന്ന സ്കൂള് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഏട്ടൻ കുറച്ച് അറിവൊക്കെ ഇല്ലല്ലോ. പിന്നെ ഇപ്പോഴും അവനെ ഗവൺമെന്റ് സ്കൂളിൽ ഇരുത്താണോ ഇല്ല ഇതിലാണോ അവരെങ്ങനെ ചോദിച്ചത്? അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് എന്തുകൊണ്ട് ചേട്ടൻ നല്ലൊരു സ്കൂളിലേക്ക് കുട്ടികളെ മാറ്റുന്നില്ല എന്നൊരു ധ്വനിയാണ്. അടുത്ത കമന്റിനുള്ള വകുപ്പ്. അത് ഇട്ട് കൊടുത്ത് ഞാൻ റെഡി. ഓക്കെ, അല്ല അങ്ങനെയാവാം. അല്ലല്ല, അത് പറഞ്ഞു കൊടുത്തില്ലേ, ഇത് അവര് കമ്മീഷൻ അവര് മറുപടി. ദിവ്യക്ക് അങ്ങനെ തോന്നിയോ ആ ഒരു ചോദ്യത്തില്? ചിലപ്പം അല്ല, അങ്ങനെ ആയിരിക്കാം ചിലപ്പോ. നല്ല നിലയിൽ വന്നില്ലേ, ഗവൺമെന്റ് സ്കൂളിലാണോ പഠിക്കുന്നത്? ഏറ്റവും നല്ല പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് IAS ആവണമെന്നോ മന്ത്രി ആവണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്ന തെറ്റല്ലേ? അതെല്ലാം ഗവൺമെന്റ് അല്ലേ? അതാണ് നോട്ട് ദ പോയിന്റ്.
അതാണ്. അല്ല, ഞാൻ വക്കീലാണ്. 4ാം ക്ലാസ് വരെ അവനോട് പഠിക്കട്ടെ, 5ാം ക്ലാസ്സിന് മാറ്റാം. അപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ്സിന് വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് മാറ്റാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ എവിടെയായാലും നല്ല പഠനം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാം, പ്രശ്നമില്ല. അപ്പം ഇപ്പം ഇത്ര ഒരു 7-8 മാസത്തോളമായി ഒരു ഫാമിലി ലൈഫാണ്. അപ്പം കുട്ടികളും കൂടി ഉണ്ട്. അപ്പം അത് എത്രത്തോളം എൻജോയ് ചെയ്ത് പോകുന്നു രണ്ടാളും? സമയം ഇല്ല എനിക്കറിയാം, എന്നാലും സിനിമയ്ക്ക് പോവും, ഹോട്ടലിൽ പോവും, ഞങ്ങൾ യാത്രകൾ കുറെ പോയി, ഹൈദരാബാദ് പോയി. അതല്ലാതെ ഞങ്ങൾക്ക് പറ്റാവുന്ന സമയത്തെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഏറ്റവും കൂടുതൽ ഞാനും മക്കളും എൻജോയ് ചെയ്യുന്നത്, അതായത് കുഞ്ഞുമോൾക്ക് അധികം താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നത് പെറ്റ് സൂവിലാണ്. ഞങ്ങൾ പാമ്പിന്റെ കൂടെയും ഈ പഴുതാരയുടെ കൂടെയും ഇതിന്റെ തേളിന്റെ കൂടെയും കളിച്ചോണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരി ചെറിയൊരു അതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ള ആ ടൈപ്പാണ്. എന്നാലും അവിടെയും പോവാറുണ്ട്. കുട്ടികൾ ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. ഹാപ്പി ആക്കുക എന്ന് മാത്രമല്ല, ഇപ്പോൾ അന്ന് പെജുവിൽ പോകുന്ന ആ സമയത്ത് തന്നെ കാറിൽ പോകുമ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ പേടിപ്പിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും ചാലഞ്ച് ചെയ്തിട്ടിരുന്നു. പേടിപ്പിച്ച് 3 എണ്ണവും പിന്നെ കാറിന് പുറത്തിറങ്ങാൻ ഇങ്ങനെ അത് പ്രേതത്തിനെ കാണണം അത്ര ആഗ്രഹം, 2 മക്കൾക്കും ആഗ്രഹം പ്രേതത്തിനെ അവർക്ക് നേരിട്ട് കാണണം. അപ്പൊ ഏട്ടൻ പറഞ്ഞു കാണിച്ചിടാൻ പറഞ്ഞു, എവിടെയോ കൊണ്ടുപോയി, ശ്മശാനത്തിലാണ്, എവിടെയോ കൊണ്ടുപോയി, അങ്ങ് എത്തിയില്ല. അപ്പൊ ഓരോരു കഥ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിനകത്തേക്ക് പേടി, കാണണ്ടാന്ന്. അപ്പൊ ഏട്ടൻ എന്തോ കാണിച്ച് പെട്ടെന്ന് പേടിപ്പിച്ചപ്പോ 3 പേരും പേടിച്ചു. പിന്നെ ചോദ്യം വന്നു, പിന്നെ പ്രേതത്തിനെ കാണണ്ട. അതേപോലെ ഇപ്പോ മോക്ക് സുമേഷിന്റെ ഹോട്ടലിൽ വരുന്നത് പാരഗണിലെ ഫുഡ് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അവിടെ പോവാം എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണല്ലോ. മോൻ പാനിപൂരി കഴിക്കില്ലായിരുന്നു, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഒരിക്കൽ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അപ്പൊ ഇത് കൊള്ളാലോ, ശരി. അപ്പൊ അങ്ങനെ ഐ വോണ്ട് ദം ടു എക്സ്പീരിയൻസ് ലൈഫ്. എനിക്കൊന്നും കൊടുക്കാനില്ല. ഐ ക്യാൻ ഓഫർ എ സ്പേസ് ഫോർ എൻ എക്സ്പീരിയൻസ്. എനിക്കായിട്ട് കൊടുക്കാൻ ഞാൻ എന്ത് കൊടുക്കാൻ പറ്റും? വേണമെങ്കിൽ എനിക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് അവരുടെ ടേസ്റ്റ് ആവണം നിർബന്ധമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എന്ത് കാര്യവും അവർക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്കത് ചീത്തയായിട്ട് തോന്നിയേക്കാം, നല്ലത് പറയുമ്പോൾ ചീത്തയായിട്ട് തോന്നിയേക്കാം, ചിലപ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലായേക്കാം. പക്ഷെ ഐ വിൽ നെവർ സ്റ്റോപ്പ് ട്രൈങ്. ഞാൻ പിന്നെയും ശ്രമിക്കുക തന്നെ ചെയ്യും. അത് പലപ്പോഴും എന്താ 3 കുട്ടികൾ അങ്ങനെയാണ്, വാശിക്കാരാണ്. 3ാമത്തെ ഇച്ചിരി വാശി കൂടുതലാണ്. അതിനെയാണ് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മുറ്റിപ്പോയി. പിന്നെ ഞാൻ പ്രായാധിക്യം ബാധിച്ച്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല കേട്ടോ, ദിവ്യ ഒരു അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. ഒരു കുട്ടിയായിട്ട് തന്നെയാണ്, കുട്ടിക്കളി മാറാത്തൊരു. എന്റെ കൂടെ തനുജ ക്യാരക്ടർ എന്ത് കാര്യവും പഠിക്കാൻ റെഡിയാണ്, നല്ല സ്വഭാവത്തിൽ. പുതിയതായിട്ട് ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ റെഡിയാണ്. സ്വന്തമായിട്ട് ഒരു ബുക്ക് എഴുതി തുടങ്ങി. ഞാൻ പറഞ്ഞ രീതി ബുക്ക് എഴുതി തുടങ്ങി. പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് ആരും പറയരുത്, പറഞ്ഞാൽ ചെയ്യും. ഡാൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ നല്ലത് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ മതിയാവില്ല. അതേപോലെ എന്നെ പറ്റി കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു ഇന്റർവ്യൂ മതിയാവില്ല. അല്ല, ഞാൻ ഈ പ്രായത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴ എന്റെ മോളായിട്ട് ഇപ്പം ചെയ്യുന്നൊരു കുട്ടിയുണ്ട്, തനുജ എന്ന് പറയുന്ന ക്യാരക്ടർ കുട്ടി. ഞാൻ ഓരോരോ ഇത് അവിടുന്ന് ഈ കുട്ടിക്കളി തന്നെയാണ്. വണ്ടിയിൽ വരുമ്പോഴായാലും ഒന്നിച്ചിരിക്കുമ്പോൾ ചേച്ചിക്ക് സത്യം പറയാം എത്ര വയസ്സായി? അവൾ 40, ഇപ്പം 40 കഴിഞ്ഞ് 41 ആവും. ഇപ്പോൾ എൻ്റെ ചേച്ചി ഒരു 18 വയസ്സിൻ്റെ കളിയല്ലേ ചേച്ചിക്കുള്ളൂ. ഇപ്പം നമ്മളെക്കാട്ടി എത്രയോ സ്മാർട്ടാണ് ചേച്ചി. ചേച്ചി കുറേ വർഷം കഴിഞ്ഞാൽ ചേച്ചി ഇങ്ങനെ തന്നെ ഇരിക്കുമല്ലേ. നമ്മുടെ ഈ കൗമാരത്തിലുള്ള ഒരു പ്രണയം എന്നുള്ളൊരു വികാരം 40 കഴിയുമ്പോൾ വീണ്ടും പൊട്ടിമുളയ്ക്കും എന്നൊക്കെ കുറെ. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പൊ സമയം എത്രയായി? എൻ്റെ വാച്ച് ഒരു ഉദ്ദേശം ഒരു മണിയാവും. 1 മണി. എവിടെ? തിരുവനന്തപുരത്തല്ലേ? ഇപ്പൊ US വേറെ ടൈം, ജപ്പാനിൽ വേറെ ടൈം. ഈ സമയം എന്ന് പറയുന്നത് വെറുതെ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം മാത്രം. പ്രായം അത്രയുള്ളൂ. നമ്മൾ എത്രയാണോ ചിന്തിക്കുന്നത് അത്രയാണ് നമ്മുടെ പ്രായം. വി ആർ ഓൾ ഓവർഗ്രൂൺ 6-year-olds. 6 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ഫൈനൽ ഫോർമേഷൻ കഴിഞ്ഞു. 6 വയസ്സ് കഴിഞ്ഞ് കാണിക്കുന്നത് മുഴുവനും ഒരു മറ വെച്ചിട്ട് ഈ 6 വയസ്സുകാരൻ്റെ സ്വഭാവമാണ്. കുഞ്ഞുങ്ങളധികം മറ വെച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർ അല്ല. ഇപ്പൊ ഒരു നല്ലൊരു ഡ്രിപ്പിംഗ് ഐസ്ക്രീം വന്നു, അത് ഉരുക്കി ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് നക്കുമെന്നൊക്കെല്ലേ? അത് 6 വയസ്സുകാരൻ്റെ ബുദ്ധിയാണത്. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒലിച്ചു
ഒരുത്തനും ചെയ്യൂല. Correct. We are just overgrown 6-year-olds. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ ആ 6 വയസ്സായ കുട്ടി, ആ കുട്ടിത്തം നമ്മൾ കളയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, വായിക്കാം, നമുക്ക് ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, അഭിനയിക്കാം, എല്ലാം ചെയ്യാം. The moment you start wearing the mask of maturity, ഞാൻ എന്തോ വലിയ ആളായി എന്ന തെറ്റിദ്ധാരണ എന്ന് വന്ന് തുടങ്ങുന്നു, അന്ന് തീർന്നു. അതെ, കറക്റ്റ്. അത്രേ ഉള്ളൂ. നമുക്ക് കുഞ്ഞുമോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഐസ്ക്രീമിന്റെ മുകളിലെ കവറിലെ ഐസ് ഞാനിപ്പോ അത് ഇന്ത്യൻ സിസ്റ്റമാണ്. ഐസ്ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാൽ കവർ തുറക്കുക, അതെന്ത് എന്നിട്ട് കഴിക്കാം. ചിലവര് മറ്റുള്ളവര് കാണുന്ന മേടിച്ചിട്ട് മാറ്റിയിട്ടൊക്കെ വെക്കും, എന്നിട്ട് മനസ്സിനകത്ത് പറയും അയ്യോ ഐസ്ക്രീമിന്റെ ഒരു സ്പൂൺ പോയല്ലോ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ താടിയൊക്കെ വെച്ച ഈ മൂർത്തി അപ്പൂപ്പൻ റൊമാൻറ്റിക് ആണോ? ഏയ് സമയമില്ല, സത്യമായിട്ട് സമയം. കല്യാണത്തിന് മുന്നേ ആണോ ചോദിക്കുക? അങ്ങനല്ല, റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. കല്യാണത്തിന് മുന്നേ അങ്ങനെയൊന്നല്ല, കല്യാണത്തിന് മുന്നേ നല്ല എന്താണ് എല്ലായിടത്തും കൊണ്ടുപോയി സ്നേഹിക്കുന്നത്. അതാ പറഞ്ഞേ, ഇപ്പൊ തിരക്കായിപ്പോയി, അതാണ്. ഇപ്പം എന്താ ഗൃഹനാഥൻ, മറ്റേ ഉർവശിയും മോഹൻലാലിന്റെ സിനിമയില് അതുപോലെ ഇല്ല. കുഞ്ഞുമോളുടെ ഏതൊരു ആഗ്രഹമാണെങ്കിലും അത് സാധിച്ചു കൊടുക്കണം, ഈവൻ അറ്റ് ദ കോസ്റ്റ്, ഇഫ് ഐ ഹാവ് ടു സഫർ, അത് സാധിച്ചു കൊടുക്കണം. അപ്പോൾ ചില ആഗ്രഹങ്ങൾ പറഞ്ഞത് അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ഓടിയേ പറ്റും. അത് ആ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ മേ ബി അതായിരിക്കാം എന്ന് പറയുമ്പോൾ അത് ഇറ്റ് മേ ബി ടു ലേറ്റ് ഓൾസോ. പക്ഷേ എൻ്റെ എഫേർട്ട് എന്തായിരിക്കും, അത് എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റണം. ലെറ്റ് മീ ട്രൈ ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത്. ഞാൻ ജീവിക്കുന്നത് വരെ ഞാനത് ശ്രമിക്കട്ടെ. അത് മക്കളുടെ കാര്യത്തിലായാലും, മോളുടെ കാര്യത്തിലായാലും, മോൻ്റെ കാര്യത്തിലായാലും, ഈ കുഞ്ഞുമോളുടെ കാര്യത്തിലായാലും എന്നെക്കൊണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കും, ഞാൻ ഉള്ളത് വരെ. നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിധി എന്ന് പറഞ്ഞാൽ വരും. പക്ഷെ അത് നടക്കും. ഈ കുട്ടികളി മാറാത്ത നമ്മുടെ കുഞ്ഞുമോൾ റൊമാൻറ്റിക് ആണോ? ആണ്. അത് ഐ എം സെയിങ് ഈ 6 വയസ്സിൽ നമുക്ക് എന്തുണ്ടോ അത് എപ്പോഴും ഉണ്ടാവും. നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ്. പക്ഷെ ഈ മെച്യൂരിറ്റി ഇട്ട് കഴിയുമ്പോൾ കാണിക്കാത്ത. ഞാൻ പറഞ്ഞില്ലേ 18 വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ച്, അന്ന് ഞാൻ എന്താണോ ലൈഫിൽ ആഗ്രഹിച്ചിരുന്നത്, എങ്ങനെയുള്ള ലൈഫാണ് ഇപ്പോഴും ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് 40 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് പുതിയ അതല്ല, അതെന്താണ് എനിക്ക് അവിടെ കിട്ടാത്തത്, ഞാൻ എങ്ങനെയാണോ ലൈഫ്, അതാണ് ഇപ്പോഴും എനിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്കത് പണ്ടത്തെ പോലെ സ്നേഹിച്ചിട്ട് വരുന്നില്ല. അത് കിട്ടാണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അതാ പറഞ്ഞ പെണ്ണുങ്ങൾ കുറച്ചും പ്രതീക്ഷിക്കുന്നവരായിരിക്കും, കുറച്ചും കൂടെ സ്നേഹം പ്രതീക്ഷിക്കുന്നവരാണ് പറഞ്ഞത്. ഞാൻ തെറ്റാന്ന് പറഞ്ഞില്ലല്ലോ, ഇത്ര നേരം തെറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചത് തെറ്റായി പോയ കേട്ടോ. ഇല്ല, കുറച്ച് ദിവസം മുന്നേ കല്യാണത്തിന്റെ ഇത് തന്നെ ഓരോ ഓട്ടവും തിരക്കും അതെല്ലാം ഇതിനിടയ്ക്ക് കുഞ്ഞുമോള് ഫോട്ടോസിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. ഫോട്ടോസ് കുറച്ചൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവരെല്ലാം മറ്റേ ഇൻസ്റ്റയിലിടലും ഫ്രണ്ട്സിന് അയക്കുന്നതെല്ലാം. അപ്പോൾ ഞാൻ ഒരു പെർട്ടിക്കുലർ ഒരു ഡിജിറ്റൽ ഫോട്ടോ ഫ്രെയിം തപ്പി നടക്കാൻ തുടങ്ങിയത് കുറേ കാലം. ഇത് ഇപ്പം നിന്നു, ഇപ്പം ഇല്ല. അപ്പോൾ അതിനിടയ്ക്ക് അത് വരുന്നത് വരെ ഞാനത് ചെയ്യും. അതാണ് വാശി. എൻ്റെ വാശി അങ്ങനെയാണ്. അതായത് ഇല്ല എന്ന് കേൾക്കാൻ പാടില്ല, അത് ഞാൻ ചെയ്യും അറ്റ് എനി കോസ്റ്റ്. ചിലപ്പോൾ അത് കാരണം വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ആ ആഗ്രഹം സാധിക്കും. ഓക്കെ, ഇനി ലൈഫിൽ എന്തൊക്കെയാണ് മുന്നോട്ടുള്ള രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള എന്തെങ്കിലും പ്ലാൻസുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം, വൈകുന്നേരം അത് ഓക്കെ, അത് നോർമൽ പ്ലാൻസ്. അല്ലാതെ നാളെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാലും അതെ, ഇന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കറിയാലോ. അത് എല്ലാവരും ജോലിക്ക് പോകുന്നവരും UK പോകുന്നവരും ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. 52 ബ്രിട്ടീഷ് നാഷണൽസ് ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തോന്നുന്നു. അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കണം. അത് കുഞ്ഞുമൊക്കെ എന്താണ് ഇഷ്ടം, അങ്ങനെ ഒരു നമ്മൾ ചിന്തിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞ് ഈവനിങ് വരെ നമുക്ക് കിട്ടിയ, എനിക്ക് ഇന്നലെ നടന്നതിനെ എനിക്ക് ഇന്ന് മാറ്റാൻ പറ്റില്ല. അതെ, നാളെ എന്താണ് ഉണ്ടാകുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ആകെ ഇപ്പൊ ഈ ഒരു ഇന്ന് ഇപ്പോൾ എന്ത്, അതെ, ആ ഒരു മൊമെന്റ് നമ്മള് ഹാപ്പി ആയിരിക്കാന്നുള്ള. അതായത് നമ്മൾ പറയില്ലേ മുല്ലപ്പൂമ്പിടിയേറ്റ് കിടക്കും,
ആ ഒരു സൗരഭ്യം കിട്ടും ഇവിടുന്ന്. ഇപ്പൊ സ്കൂളിലെല്ലാം വന്ന് പ്രസംഗിച്ചിട്ട് കഴിഞ്ഞപ്പോ എന്നെ കല്ലെന്ന് വിളിച്ചു. അല്ലേ അല്ലേ മുല്ലപ്പൂമ്പടി ഏറ്റവും അല്ല, ഞാൻ തിരിച്ചു ഉദ്ദേശിച്ച അത് രണ്ടുപേർക്കും മനസ്സിലായില്ല. പിന്നെ ഞാൻ എന്തിനാ പറയണം? പറയൂ. അല്ല, അത് ഞാൻ തിരിച്ചാണ് ഉദ്ദേശിച്ചത്. ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലിനും ഉണ്ടാവും സൗരഭ്യം. നിന്നെ കല്ലെന്ന് വിളിച്ച് സൗരഭ്യം. അതെ അതെ, സൗരഭ്യം. ബുക്സ് എഴുതുന്ന സ്വഭാവം മുന്നേ ഉണ്ടായിരുന്നോ അതോ റീസെന്റ്? ഇല്ല, 2015 ഞാൻ ആദ്യമായിട്ട് ബുക്ക് റിലീസ് ചെയ്യുന്നത്. എഴുതുന്നത് പണ്ടേ എന്താ ആക്ച്വലി എനിക്ക് ആ ഒരു പല രീതിയിൽ ആത്മവിചാരമായിരുന്നു ഫസ്റ്റ് ബുക്ക്. അത് സ്പിരിച്വാലിറ്റിനെ കുറിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൾ യു നീഡ് ഇസ് എ ഹഗ്, ഓൾ യു നീഡ് ഇസ് എ ബാഗ് ഓഫ് സ്മൈൽസ്, ഓൾ യു നീഡ് ഇസ് ലവ്, അങ്ങനെ കുറെ കഥകളും കുട്ടികൾക്കുള്ള കഥകളൊക്കെ എഴുതിയിരുന്നു. ആർട്ടിക്കിൾസ് എഴുതും. സ്വെറ്റ് ബ്ലഡ് ആൻഡ് ക്വിൽ എന്ന് പറഞ്ഞ ബുക്കിനാണ് രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിൽ 7 കൈൻഡ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട്. അതിനകത്ത് എപ്പിസ്റ്റോളറി ഉണ്ട്, നോവലുണ്ട്, ഹൈക്കു ഉണ്ട്, ഒക്ടറ്റ് ഉണ്ട്, ആർട്ടിക്കിൾ, നമ്മുടെ നോർമൽ റിട്ടൺ ആർട്ടിക്കിൾസ് ഉണ്ട്, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, മൈക്രോ ടെയിൽസ് ഉണ്ട്. അപ്പോൾ 7 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലിറ്ററേച്ചർ ഒരു ബുക്കിൽ. അതിനാണ് ആ അവാർഡ് കിട്ടിയത്. പിന്നെ ബാക്കി എഴുതുന്ന ബുക്സും ആന്തോളജീസിലും എല്ലാം കൂടെ ഐ വാസ് സെലക്റ്റഡ് ട്വൈസ് ആസ് വൺ ഓഫ് ബെസ്റ്റ് 100 ഓതേഴ്സിൽ ഒരാളായിട്ട് 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ഫോക്സ് ക്രൂസിൻ്റെ ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട് എഴുത്തിൽ. ഞാൻ എഴുതിയ ഷോർട്ട് ഫിലിമിന് ബെസ്റ്റ് സ്റ്റോറി അവാർഡ് കിട്ടിയിട്ടുണ്ട്, സോൾ ലോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമിന്. അപ്പൊ അങ്ങനെ എഴുത്തിന്റെ ലോകം വേറെ. 96 ബുക്കായി. ദിവ്യ, ഇതൊക്കെ അറിഞ്ഞിരുന്നോ മുന്നേ? ഇപ്പൊ 96 ബുക്കായി. ഈ വർഷം 100 ബുക്ക് കംപ്ലീറ്റ് ചെയ്യും. മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് 4 ഭാഷയിലായിട്ട് എഴുതും. ഓക്കെ, നമുക്ക് പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ അറിവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം പല മേഖലകളിൽ ഇല്ല. കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഒരുപാട് മേഖലകൾ കൈകാര്യം ചെയ്തിട്ടുള്ള സുഹൃത്ത് ഷോർട്ട് ഫിലിം എടുക്കുന്ന അനിൽ കേസി ദുബായിൽ വെച്ചിരുന്ന അറിയാം. ഞാൻ അനിലിന്റെ വർക്കിന് പലപ്പോഴും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ട്രാൻസ്ലേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഈ സബ് ടൈറ്റിലിങ്ങോ എല്ലാത്തിനും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നല്ല ക്ലോസ് ഫ്രണ്ടാണ് അദ്ദേഹം. എൻ്റെ ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് 2019 ലോഞ്ച് ചെയ്ത ഒരു ബുക്ക്, അത് വായിച്ചിട്ട് ആ റിവ്യൂ നിങ്ങളിത് വായിക്കാതിരിക്കരുത് എന്ന് അനിൽ എഴുതുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ റിവ്യൂ വേണോ വേണ്ടേ. സാധാരണ ആസ് എ റൈറ്റർ ഐ ഹാവ് ടു ടെൽ മൈ റീഡേഴ്സ് പ്ലീസ് റീഡ്, റിവ്യൂ, ഇത് എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യൂ, എനിക്ക് ആ ബുക്ക് വിൽക്കണം. അച്ഛൻ ഇവിടെ എൻ്റെ ബുക്സ് ഇവിടെ കണ്ടിട്ട് അച്ഛൻ ചോദിക്കും ഇതെന്തിനാ എങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാൻ അച്ഛനടുത്ത് പറഞ്ഞൊരു ആൻസർ ഇതാണ്: ഇന്ന് ഞാൻ ആരുമല്ല, എന്നെങ്കിലും ഞാൻ എന്തെങ്കിലും ആയാൽ അന്ന് കടയിൽ ബുക്ക് കിട്ടാതെ ഇവിടെ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ്. ഞാൻ ആവുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഈ അക്ഷരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തതെന്നാണ്. നാളെ ഇതെല്ലാം തൂക്കി വിട്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇത് വെറുതെ വേസ്റ്റാന്ന് പറഞ്ഞ് തൂക്കി വിട്ടിട്ട് കപ്പലണ്ടി പൊയ്യുന്നവൻ പൊതിഞ്ഞ ആ ഒരു പേപ്പർ വായിക്കുമ്പോൾ ഒരാൾക്ക് ഈ കോൺസെപ്റ്റ് കൊള്ളാമല്ലോ, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇത്രയും ബുക്സ് ഇവിടെ വാങ്ങിച്ചു വെച്ചത്. ഐ നെവർ നോ. അപ്പോൾ ആ ഒരു എഴുത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ബുക്ക് എന്നുള്ളതല്ല, നമുക്ക് ഉള്ള ആശയങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് കഥ എഴുതാൻ പറ്റും. അതിൽ നന്ദുകാവാലമൊക്കെ എൻ്റെ സുഹൃത്താണ്, സുഹൃത്താണ് നന്ദുകാവാലം എഴുതിയൊരു കഥയുണ്ട്. അതായത് കാറിൽ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പരിചിതമായിട്ടൊരു മുഖം. അപ്പോൾ കുറേ നേരം ആരാന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം ആരോ കാറിൻ്റെ ആ വിൻഡോയിൽ മുട്ടുന്നുണ്ട്. ആ പരിചയമുള്ള ആളാണ്. അപ്പോൾ ഗ്ലാസ് കാത്തി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വാങ്ങാൻ എൻ്റെ അച്ഛനാണ്. അപ്പോൾ തിരക്കിനിടയിൽ അച്ഛനെ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു മകൻ്റെ ഒരു അവസ്ഥ എഴുതിയ ചെറിയ കഥ. പാറക്കടവ് പോലത്തെ റൈറ്റേഴ്സ് 4 വരി 5 വരിയിൽ കഥ എഴുതുന്ന ആൾക്കാർ. അതെല്ലാം കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ എഴുതിക്കൂടാ? ഹൈക്കു 5 സിലബിൾ ആദ്യത്തെ ലൈനിൽ, 7 സിലബിൾ രണ്ടാമത്തെ ലൈനിൽ, 5 സിലബിൾ മൂന്നാമത്തെ ലൈനിൽ. ഈ 3 ലൈനിൽ ആദ്യത്തെ 2 ലൈൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കണം. മൂന്നാമത്തെ വരിയിൽ അർത്ഥം വരണം എന്നുള്ള റൂൾ ഫോളോ ചെയ്യുന്ന ജാപ്പനീസ് റൈറ്റിംഗ് എഴുതാൻ നമ്മൾ ആഗ്രഹിച്ചു പോകും. എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് പ്രോബബ്ലി ആൽഫ്രഡ് നോയസും ബേർഡ്സ്വത്തും അവരൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാൻ അവരാവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ആശയങ്ങൾ എല്ലാവർക്കും എത്തിക്കാൻ. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ 8 വരി ഇംഗ്ലീഷിൽ, 4 വരി തമിഴിൽ, 4 വരി ഹിന്ദിയിൽ. ഇത് എത്രയോ കാലമായിട്ട് എഴുതുന്നുണ്ട്. തമിഴും ഹിന്ദിയും റെഗുലർ അല്ല, പക്ഷേ ഇംഗ്ലീഷ് എങ്ങനെ ഏത് ലോകത്ത് എവിടെയാണെങ്കിലും അത് അയച്ചിരിക്കും. മിസ് ചെയ്തിട്ടുണ്ട്, ഒരു 5-10 ദിവസമൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചോദ്യം ഇനി എന്ത് തരാം എന്ന് ഞാൻ ആലോചിക്കുമ്പോഴേക്കും നമുക്ക് വേർപിരിയാനുള്ള സമയമായിരിക്കും.
പിരിയുന്നില്ലല്ലോ. അല്ല, നമ്മൾ പിരിയുന്നില്ല. കറക്റ്റ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുമോളെ ഈ അപ്പൂപ്പനെയും നല്ല രീതിയിൽ മനസ്സിലാക്കി ഒരുപാട്. ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞു മോളെയും ഈ അപ്പൂപ്പനെയും നല്ല രീതിയിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി. വളരെ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ കണ്ടൊരു പിക്ചർ ഇതാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പിക്ചറാണിത്. ഇത് ഒരു നല്ലൊരു എന്താ പറയുക, ഒരു കുടുംബം. എനിക്ക് മകനെ കേട്ടോ കൂടുതലും അതിനകത്ത് അവൻ്റെ ആ ഒരു സന്തോഷം ഉള്ളിൽ നിന്നുള്ള കുഞ്ഞു പിള്ളേരുടെ മനസ്സിൽ കളങ്കമില്ല നമ്മൾ പറയില്ലേ, അവനൊരു ഉണ്ടാവും ഉറപ്പായിട്ടും. ഇല്ലേ, ദിവ്യയുടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാര്യം കുഞ്ഞുമോളാണ്. അല്ല, അത് കുഞ്ഞുമോളായോണ്ട് കാണില്ല, പൊട്ടത്തിയാന്ന് തോന്നുന്നു. ആ ഒരു ആള് രണ്ടാമത്തെ ആളാ പറയുന്നത്. തിരിച്ചു പറ, മറുപടി പറ. ഇപ്പം അപ്പൊ ആ ഒരു മോന് എന്താ, അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല അപ്പായി കിട്ടി എന്നുള്ളൊരു സന്തോഷം. ചില സമയത്ത് അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ ആലോചിക്കുന്നത് നേരെ തിരിച്ചാ. അത് അമ്മ അച്ഛനൊന്നും നോക്കൂല. പക്ഷെ അത് സാരമില്ല, അത് നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. അതെ, അതാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അതാണ്. അവര് എത്ര ട്രൈ ചെയ്തു, എത്ര ഫെയിൽ ചെയ്താലും അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ളൊരു അവസ്ഥ എനിക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ്. തീർച്ചയായിട്ടും. അത് എന്താ പറയാ, ഒരു നിങ്ങളെപ്പോഴും ഇത്രയും ഹാപ്പി ആയിട്ട് ഇനിയും കുറേ സ്നേഹത്തോടെ മുന്നോട്ട് പോട്ടെ എന്ന് തന്നെയാണ് ഞാൻ നമ്മുടെ പ്രേക്ഷകർ. ഒറ്റൊരു മെസ്സേജും കൂടെ ഐ ലീവ് ബിഹൈൻഡ് ടു എവ്രിവൺ. നമ്മൾ ഉള്ളത് വരെ നമ്മൾ നന്നായി ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ഇല്ലാതായി കഴിഞ്ഞിട്ടായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാവുക. തീർച്ചയായിട്ടും അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഒന്ന് ആലോചിച്ച് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതെ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ആ പറഞ്ഞ കാര്യം 100% ശരിയാണ്. അപ്പോൾ കുറച്ചൊക്കെ സമയം ആൾക്ക് കൊടുത്ത്, കുറച്ച് അധികം അമ്മ വിളികളൊക്കെ കൊടുത്ത് ആളെ ഒന്ന് ഹാപ്പിയാക്കി. എന്താ പറയുക, എപ്പോഴും പുള്ളിക്കാരത്തിയുടെ ഒരു പ്ലസ് പോയിന്റ് ഈ ചിരിയാണ്. നമ്മളെപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. പിന്നെ ചിരിയിലാണ് പിന്നെ ഇത്രയും നേരം എന്നോടൊപ്പം ഇത്ര മനോഹരമായിട്ട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. വളരെ സന്തോഷം. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ സന്തോഷം.